നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മലയാളം ടു ഇംഗ്ലീഷ് അല്ലേ നമ്മുടെ 30 ദിവസം കൊണ്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതിന്റെ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പഠിപ്പിച്ച ടെൻസസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മലയാള സെന്റൻസുകൾ എങ്ങനെ ഇംഗ്ലീഷിലാക്കാം എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നലെ ചെയ്തതിന്റെ ബാക്കിയാണ് ഇത്. അപ്പോൾ മലയാളം ടു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് തന്നെ കൊടുത്തിട്ടുണ്ട്, അത് ആദ്യം കാണുക. അതിന്റെ ബാക്കി ഇത്. ഞങ്ങൾ അവിടെ താമസിച്ച ഹോട്ടൽ ഒരു കുന്നിൻ മുകളിലായിരുന്നു. അതിനാൽ ചുറ്റുമുള്ള കാഴ്ച അതിമനോഹരമായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ തന്നിരുന്നു, കുറേ പേര് എഴുതിയിട്ടുണ്ട്. കുറേയൊക്കെ ശരിയാണ് കേട്ടോ, പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റേ ഉള്ളൂ. അപ്പൊ നമ്മളിവിടെ എഴുതുമ്പോൾ നിങ്ങളത് നോക്കുക കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സെന്റൻസ് കിട്ടുമ്പോൾ ആദ്യം അത് വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അതിൽ നമുക്ക് അറിയുന്ന ഓരോരോ വേർബുകളല്ല ഓരോരോ വേർഡ് നമ്മൾ ഇംഗ്ലീഷിലാക്കുക. അപ്പൊ നമുക്കിവിടെ അറിയാം ഞങ്ങൾ, വി, പിന്നെ അവിടെ താമസിച്ച ഹോട്ടൽ. ഇവിടെ നിങ്ങൾ പറ്റുന്ന അവിടെ എന്നുള്ളത് ദയർ കൊടുക്കും അല്ലെ. അതല്ല, നമ്മളിവിടെ പറയുന്നത് എന്താ, അവിടെ താമസിച്ച ഹോട്ടലിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് അല്ലെ. അവിടെ താമസിച്ച ഹോട്ടൽ, അത് ഒരു വാക്കാണ്. അപ്പൊ നമുക്ക് ഹോട്ടൽ, എ ഹോട്ടൽ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ആർട്ടിക്കിൾ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് പറയുന്നതാണ് ദ ഹോട്ടൽ എന്ന് പറയാം. ദ ഹോട്ടൽ. അപ്പൊ ആർട്ടിക്കിൾ പഠിച്ചാൽ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ദ എന്ന് പറഞ്ഞത്. അപ്പൊ ആർട്ടിക്കിളിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം കേട്ടോ. എന്നിട്ട് എന്താ, ഒരു ഹോട്ടൽ, ഒരു നമ്മൾക്കറിയാം എ കുന്നിൻ മുകളിലായിരുന്നു. കുന്നെന്ന് പറയാൻ നമുക്ക് എന്താണ്, ഹില്ല്. മുകള്, ഓൺ ദ ടോപ്പ്. ഇനി ആയിരുന്നു, വാസ്. അപ്പൊ നമുക്ക് ഇത് അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി. ഞങ്ങൾ, വി എന്നെഴുതി. അവിടെ താമസിച്ച ഹോട്ടൽ, ദ ഹോട്ടൽ എന്നെഴുതി. ഒരു എ എന്നെഴുതി. കുന്നിൻ മുകള്, കുന്നെന്ന് പറയാൻ നമുക്ക് ഹിൽ എഴുതി. മുകളിൽ എന്ന് പറയാൻ ഓൺ ദ ടോപ്പ് എന്ന് എഴുതി. ആയിരുന്നു എന്ന് പറയാൻ വാസ് എന്ന് നമ്മൾ എഴുതി. ഇത് രണ്ട് രീതിയിൽ എഴുതാൻ പറ്റൂ കേട്ടോ. അപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആദ്യം നമുക്ക് ഒരു ഇംഗ്ലീഷ് സെന്റൻസ് എഴുതണമെങ്കിൽ സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് എന്ന രീതിയിലാണ് സെന്റൻസുകൾ വരണ്ടേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്നും കൂടെ, നിങ്ങൾ എഴുതിയത് തെറ്റിപ്പോയി എന്ന് വിചാരിക്കുന്നവരുണ്ട് എങ്കിൽ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. അതായത് ഇവിടെ ഞങ്ങളിപ്പോ ഒരു രീതി ഞാൻ കാണിച്ചു തരാം. താമസിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രവൃത്തി അല്ലെ. അപ്പൊ അത് ആരാണ് ചെയ്തത്, ഞങ്ങളാണ് ചെയ്തത്. ഇനി വി കഴിഞ്ഞാൽ ഞങ്ങൾ സബ്ജക്റ്റ് എഴുതി. ഇനി നമുക്ക് എന്ത് വേണം, വേർബ് വേണം. ഇവിടുത്തെ വേർബ് എന്താണ്, നിങ്ങൾ തന്നെ പറയൂ. കുറച്ചു പേര് അവിടെ ലീവ് എന്ന് എഴുതി കാണിച്ചു കേട്ടോ. ലീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം താമസിക്കുന്ന സ്ഥലങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റേ ആണ്. നമ്മൾ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്, അതുകൊണ്ട് നമ്മൾ സ്റ്റേഡ് എന്ന് എഴുതി. ഇനി ഞങ്ങൾ താമസിച്ച, വി സ്റ്റേഡ്. ഇനി എവിടെയാണ് നമ്മൾ താമസിച്ചത്, ആറ്റ് അല്ലെ. ഈ അറ്റ് എന്തിനാണ് കൊടുക്കുന്നത്, നമ്മൾ എവിടെയാ താമസിച്ചെന്നുള്ള കൃത്യമായിട്ട് പറയാം. ആറ്റ് എ ഹോട്ടൽ ദാറ്റ് അതർ ആയിരുന്നു, ദാറ്റ് വാസ് ഓൺ ദ ടോപ്പ്, ദാറ്റ് വാസ് ഓൺ, ഇവിടെ ദാ എഴുതിയല്ലേ, എൻ്റെ ഒരു മിസ്റ്റേക്ക് ആണ്. ദാറ്റ് വാസ് ഓൺ ടോപ്പ് ഓഫ് ദ ഹിൽ. നോക്കൂ, വി സ്റ്റേഡ് അറ്റ് എ ഹോട്ടൽ ദാറ്റ്. എന്തിനിവിടെ ദാറ്റ് കൊടുത്തു, എന്തിനാ ഞാൻ ഇവിടെ, നമ്മൾ ഇവിടെ ഒന്നും എഴുതാത്തൊരു സാധനമാണ് ഇവിടെ നമ്മൾ ദാറ്റ് കൊടുത്തത്. ഇതാണ് റിലേറ്റീവ് പ്രൊനൗൺ അല്ലെ. ഈ ഹോട്ടല് എവിടെയായിരുന്നു, അല്ലെങ്കിൽ ഈ ഹോട്ടല് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറയാനാണ് ദാറ്റ് കൊടുത്തത്. വി സ്റ്റേഡ് അറ്റ്. ഇനി വേറൊരു പ്രശ്നം ഇവിടെ വന്നു. നമ്മൾ ദ ഹോട്ടൽ എന്നാണ് എഴുതി, പക്ഷെ ഇവിടെ ഞാൻ എഴുതിയത് എ ഹോട്ടൽ എന്നാണ്. കാര്യം എന്താണ്, ഞാൻ സ്റ്റേ ചെയ്ത ഒരു ഹോട്ടലിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ വേറൊരു രീതിയിലും കൂടി എഴുതപ്പോ പറയാം, വി സ്റ്റേഡ് അറ്റ് എ ഹോട്ടൽ ദാറ്റ് വാസ് ഓൺ ടോപ്പ് ഓഫ് ദ ഹിൽ. ഞങ്ങൾ താമസിച്ചു ഒരു ഹോട്ടലില്, അത് വാസ് ഓൺ ടോപ്പ് ഓഫ് ദ ഹിൽ, ഹില്ലിന്റെ മുകളിൽ ആയിരുന്നു. ഇങ്ങനെ എഴുതിയ കുറച്ച് പേരുണ്ട്. അപ്പൊ ലീവ്ഡ് എന്ന് എഴുതിയ കുറച്ച് പേരുണ്ട്, അതൊന്ന് മാറ്റുക, സ്റ്റേഡ് എന്നാക്കുക. ക്ലിയർ ആയല്ലോ.
ഇനി ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വേറൊരു രീതിയിലും എഴുതാമെന്ന്. ഇവിടെ ഞങ്ങൾ താമസിച്ച കാര്യത്തെക്കുറിച്ചാണ്. ഇനി നമുക്ക് ഹോട്ടലിനെ കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? ഹോട്ടലിനെ കുറിച്ചാണ്. നമ്മൾ അതിനെ അങ്ങോട്ട് സബ്ജക്റ്റ് ആക്കി എടുത്തു. ദ ഹോട്ടൽ. ഇനി നമ്മൾ പറഞ്ഞില്ലേ ഈ ഹോട്ടല് എവിടെയാണ് സ്ഥിതി ചെയ്യുന്ന എന്ന ഒരു സ്ഥലത്തിനെ കുറിച്ച് പറയാൻ പോകുന്നത് കൊണ്ട് നമുക്ക് റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ടുള്ള വെയർ വേണം. അപ്പോ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാതെ വന്നിട്ടുണ്ടാവാം. സാരമില്ല, ഞാൻ അടുത്ത ക്ലാസ് മുതൽ ഇത് പറഞ്ഞു തരാം കേട്ടോ, എങ്ങനെയാണ് റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ ഇംഗ്ലീഷിനെ നന്നായിട്ടൊന്ന് എന്താ പറയുക ഒഴുക്കോടെ സംസാരിക്കാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ വിഷമിക്കേണ്ട, പറഞ്ഞു തരാം. ദ ഹോട്ടൽ വെയർ, ബാക്കി എങ്ങനെയാ? സ്റ്റേഡ്, വാസ്, ഓൺ ടോപ്പ് ഓഫ് എ ഹിൽ. ടോപ്പ് ഓഫ്, ഇവിടെ ഞാൻ താഴെ എഴുതാണ്, ഒരു കുന്നിൻ മുകളിൽ. ടോപ്പ് ഓഫ് എ ഹിൽ. ദ ഹോട്ടൽ വെയർ വി സ്റ്റേഡ് വാസ് ഓൺ ടോപ്പ് ഓഫ് ഹിൽ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആദ്യം നമ്മൾ എഴുതിയത് നമ്മൾ താമസിച്ച സ്ഥലത്തെ കുറിച്ച് പറയാൻ എഴുതി. രണ്ടാമത് നമ്മൾ ഹോട്ടലിനെ കുറിച്ചിട്ടാണ് എഴുതിയത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷന് അല്ലെങ്കിൽ മനസ്സിലാകാതെ വന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് റിലേറ്റീവ് പ്രൊനൗൺ ആണ്. വിഷമിക്കണ്ട കേട്ടോ, നമുക്ക് നോക്കാം. അതിനാൽ സോ അല്ലെങ്കിൽ സോ ദാറ്റ് എന്തെങ്കിലും കൂടെ. ചുറ്റുമുള്ള കാഴ്ച, കാഴ്ചയ്ക്ക് നമുക്ക് വ്യൂ. ചുറ്റുമുള്ളത് സറൗണ്ടിങ്, സറൗണ്ടിങ്. അതിമനോഹരമായിരുന്നു. ഇത് നമുക്ക് ബ്യൂട്ടിഫുൾ എന്ന് എഴുതിയാൽ പോരാട്ടോ. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ മനോഹരമായിരുന്നു. അതിമനോഹരമായിരുന്നു എന്ന് പറയാനൊരു വാക്കുണ്ട്, മാഗ്നിഫിഷ്യന്റ്. മാഗ്നിഫിഷ്യന്റ്. അപ്പോ അതിമനോഹരമാണെന്ന് പറയാൻ നമുക്ക് മാഗ്നിഫിഷ്യന്റ് എന്ന് എഴുതാം. അപ്പോ ഇനി നമുക്ക് ഇത് എങ്ങനെ എഴുതാം? നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ, നോക്കാം. സോ എന്ന് എഴുതി. സോ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. സോ ദ സറൗണ്ടിങ് വ്യൂ. ഇത് എഴുതിയപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇന്നലെ എനിക്ക് വാട്സപ്പിൽ ഒരാൾ മെസ്സേജ് അയച്ചു, മാഡത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് മനസ്സിലായി എന്നെ കളിയാക്കി പറഞ്ഞതാണ് എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണെന്ന് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ആ ആൾ എന്നെ കളിയാക്കി പറഞ്ഞതാണ് എങ്കിലും എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കാൻ തോന്നിയല്ലോ. ഒത്തിരി നന്ദി കേട്ടോ. സോ ദ സറൗണ്ടിങ് വ്യൂ അതിമനോഹരമായിരുന്നു എന്നൊരു സാധനം ഇവിടെയുണ്ട് അല്ലെ. വാസ് മാഗ്നിഫിഷ്യന്റ്. വാക്ക് ഓർത്തിരുന്നോളൂ കേട്ടോ. മാഗ്നിഫിഷ്യന്റ്. ക്ലിയർ? സോ ദ സറൗണ്ടിങ് വ്യൂ വാസ് മാഗ്നിഫിഷ്യന്റ്. ക്ലിയർ? അപ്പോ ഇംഗ്ലീഷ്, മലയാളം ടു ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. നമ്മൾ അത് വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അറിയുന്ന വാക്കുകൾ ഓരോന്നായിട്ട് നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് എഴുതുക. ആഫ്റ്റർ ദാറ്റ് സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് എന്ന രീതിയിൽ അങ്ങോട്ട് എഴുതിയാൽ മതി. എളുപ്പമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പോ അടുത്ത ദിവസം നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺ ആണ്. റിലേറ്റീവ് പ്രൊനൗൺ എഴുതുമ്പോൾ നമുക്ക് കുറേ കൂടി സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവും കൂടെ നമുക്ക് കിട്ടുകയാണ്. ഓക്കെ. അപ്പോ നമ്മള് ജൂൺ 1-ാം തീയതി മുതൽ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങും. അപ്പൊ അമ്മമാര് വീട്ടിൽ തന്നെ ആയി തുടങ്ങും. അപ്പൊ ആ സമയം നമുക്ക് ഉപയോഗിച്ചു തുടങ്ങാം. നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ അമ്മമാർക്ക്, വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് പ്രായമായി എന്നൊന്നും ചിന്തിക്കില്ല. ഒത്തിരി അമ്മമാര് മക്കളോട് സംസാരിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരൊന്നും സങ്കടപ്പെടേണ്ട. അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ് നമ്മൾ ജൂൺ 1-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക കേട്ടോ. പിന്നെ എന്താണ്, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും പറയലില്ല, എങ്കിലും ഞാൻ പറയുകയാണ്, നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാൻ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.